ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ ചെറുപ്പകാലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തേക്ക്. ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു 2 സ്പൂൺ നമ്മുടെ ഉഴുന്നു പരിപ്പിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 സവാള കൊത്തിയരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പില കൂടി ഇടാൻ മറക്കരുത്. ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ല. അതിന് ശേഷം നമുക്ക് 1 ക്യാരറ്റ് കൊത്തിയരിഞ്ഞത് നിങ്ങൾ എടുക്കുന്ന അതായത് ലാപ്സിയുടെ സൂചി ഗോതമ്പിൻ്റെ അളവനുസരിച്ചായിരിക്കും ഈ സാധനങ്ങൾ ചേർക്കേണ്ടത്. ഇനി ഞാനിവിടെ വറുത്ത് കഴുകി കുതിർത്ത ലാപ്സിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തു. അതിനുശേഷം നല്ലതുപോലെ കഴുകി എന്നിട്ടൊരു 10 മിനിറ്റ് കുതിർക്കാൻ വെച്ചു. കുതിർത്തതിന് ശേഷം എടുത്ത ലാപ്സിയാണിത്. അതും കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു. ഞാൻ അത് വീഡിയോ ലെന്ത് കൂടുമെന്ന് വിചാരിച്ച് എടുത്തിട്ടില്ല. ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി നമ്മൾ വെള്ളം പറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടവും ഹെൽത്തിയും ടേസ്റ്റിയുമായ സൂചി ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറായി. കൂട്ടുകാരെ, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.